നമസ്കാരം. കേരളത്തിലെ പൂച്ചെടികളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ പൂക്കൾ പരിചയപ്പെടുത്തുമ്പോൾ ഓരോ നാട്ടിലും പുഷ്പമേളകളും പുഷ്പാലങ്കാരങ്ങളുമൊക്കെ നടത്തി അതാതു പ്രദേശത്തെ പൂക്കളെ പരിചയപ്പെടുത്താറുണ്ട്. പൂക്കൾ ഓരോ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെ നിറപ്പകിട്ടാർന്ന അടയാളങ്ങളാണ്. അത്തരം നമ്മുടെ നാട്ടിലെ ഒരു പൂവാണ് തുളസിപ്പൂ. മലയാളികളുടെ നിത്യജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട പൂച്ചെടിയാണ് തുളസി. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പൂജാപുഷ്പം തുളസിയുടേതാണ്. വിശുദ്ധ സസ്യങ്ങളിൽ പ്രഥമ സ്ഥാനവും തുളസിക്കാണ് ഉള്ളത്. തുളസി ചെടികൾ ലാമിയേസിയെ എന്ന കുടുംബത്തിൽപ്പെടുന്ന ഒരിനമാണ്. വിഷ്ണുപുരാണം, ഭാഗവത പുരാണം എന്നിവയിലെല്ലാം തുളസിച്ചെടിയെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. തുളസിച്ചെടി വളരുന്ന മണ്ണ് പോലും വിശുദ്ധമാണെന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. നേത്രരോഗങ്ങളടക്കം ഒട്ടനവധി ചികിത്സാവിധികളിൽ തുളസി ഉപയോഗിക്കുന്നുണ്ട്. വർഷം മുഴുവൻ പുഷ്പിക്കുന്നവയാണ് തുളസിച്ചെടികൾ. രാമതുളസി, കൃഷ്ണതുളസി, കർപ്പൂര തുളസി എന്നിങ്ങനെ വിവിധ ഇനം തുളസിച്ചെടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. പനിക്കും മറ്റും ഔഷധങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന തുളസി ഓരോ വീടുകളിലും നട്ടുവളർത്തേണ്ടത് അത്യാവശ്യമാണ്. പല കുടുംബ വീടുകളിലൊക്കെ തുളസിത്തറ തന്നെ പ്രത്യേകമായി സജ്ജമാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് തുളസിയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ഒരു ഔഷധ സസ്യമെന്ന നിലയിലും കേരളത്തിൻ്റെ തനതായ ഇനമെന്നുള്ള നിലയിലും പ്രത്യേക പ്രാധാന്യം അറിയിക്കുന്ന ചെടിയാണ് തുളസിച്ചെടി. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.